ഈശോ അവരോട് പറഞ്ഞു, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഈശോയുടെ ഏറ്റവും വാത്സല്യം നിറഞ്ഞ മക്കളെ, ജനക്കൂട്ടത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ അമ്മയും സഹോദരരും ഈശോയോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നുണ്ടെന്ന ശിഷ്യരുടെ അറിയിപ്പിനെ തുടർന്ന് ദൈവഹിതം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഈശോയെയാണ് നാം ഇന്ന് തിരുവചന ഭാഗത്തിലൂടെ കാണുന്നത്. പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്നും എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുമെന്നും എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവനാണ് യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരെന്നും അവനിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ പുറപ്പെടുമെന്നും ഈശോ നമ്മെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈശോയുടെ അമ്മയെയും ശിഷ്യന്മാരെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സത്യം സാക്ഷ്യപ്പെടുത്തുകയാണിവിടെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് പരിശുദ്ധ അമ്മയുടെ സമർപ്പണ തിരുനാൾ കൂടി നാം ആഘോഷിക്കുകയാണ്. ഒരു സാധാരണ കുടുംബത്തിലെ വിശുദ്ധി നിറഞ്ഞ മാതാപിതാക്കളുടെ ജോവാക്കിമിന്റെയും അന്നയുടെയും മകളായിരുന്ന പരിശുദ്ധ കനികാമറിയത്തെ വളരെ ചെറുപ്പത്തിൽ തന്നെ ദേവാലയത്തിൽ ആ മാതാപിതാക്കൾ ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിച്ചു. ഈശോയുടെ മാതാവായി തീരുന്നതിനുള്ള ആദ്യ സമർപ്പണമായിരുന്നു അത്. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പരിശുദ്ധ അമ്മയ്ക്ക് പറയുവാൻ കഴിഞ്ഞത് ഈ സമർപ്പണത്തിലൂടെ ലഭിച്ച കൃപകളാണ്. അതുകൊണ്ട് തന്നെ രക്ഷകന്റെ മാതാവാകുവാൻ ദൈവം ധാരാളം കൃപകൾ നൽകി മറിയത്തെ അനുഗ്രഹിച്ചു. അതാണല്ലോ മാലാഖ പോലും മറിയത്തെ നന്മ നിറഞ്ഞവളെ എന്ന് സംബോധന ചെയ്തത്. ക്രിസ്തുവിനെ സ്വന്തം ഉദരത്തിൽ വഹിച്ചവളാണ് പരിശുദ്ധ അമ്മ. വചനത്തെ തൻ്റെ രക്തത്തിന്റെ രക്തവും മാംസത്തിന്റെ മാംസവുമായി വളർത്തി വലുതാക്കിയവൾ. തൻ്റെ ചിന്തകളും വാക്കുകളും ചലനങ്ങളിൽ പോലും ഈശോയോടൊപ്പം നിഴലായി സഞ്ചരിച്ചവൾ. മറിയത്തെ പോലെ പിതാവിന്റെ ഹിതത്തിന് വചനത്തിന് ഇത്രമേൽ സാക്ഷ്യം വഹിച്ച മറ്റൊരു വ്യക്തിയുമില്ല. കൃപ നിറഞ്ഞ മാതാപിതാക്കളുടെ കൃപ നിറഞ്ഞ മകളായി മറിയം ജീവിച്ചതുകൊണ്ടും വളർന്നതുകൊണ്ടുമാണ് ഈശോയുടെ അമ്മയാകുവാൻ അവൾക്ക് കഴിഞ്ഞത്. മാതാപിതാക്കളിൽ തിളങ്ങുന്ന സുഹൃതങ്ങളാണല്ലോ മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നാം എല്ലാവരും വ്യത്യസ്ത ജീവിതാവസ്ഥകളിൽ ജീവിക്കുന്നവരാണ്. കുടുംബം, മാതാപിതാക്കൾ, മക്കൾ, പൗരോഹിത്യം, സന്യാസം, വിവിധ ദൗത്യങ്ങൾ, വിവിധ ഉത്തരവാദിത്തങ്ങളാണ് നമുക്കുള്ളത്. ഏത് ജീവിത സാഹചര്യങ്ങളിലാണെങ്കിലും ദൈവത്തിന്റെ സ്വപ്നങ്ങളാകട്ടെ നമ്മുടെ സ്വപ്നങ്ങൾ, ദൈവത്തിന്റെ പദ്ധതികളാകട്ടെ നമ്മുടെ പദ്ധതികൾ, വിശുദ്ധിയുടെ താവളങ്ങളാകട്ടെ നമ്മുടെ കുടുംബങ്ങൾ, മക്കളെ സ്വർഗത്തിലേക്ക് കയറ്റുവാൻ സഹായിക്കുന്ന ഗോവണികളാകട്ടെ ഓരോ അമ്മയും. നന്മ നിറഞ്ഞവരും മഹത്വമുള്ളവരും കൃപ നിറഞ്ഞവരുമായി ജീവിക്കുവാനും പ്രഭാതതാരം പോലെ ചുറ്റും പ്രകാശം വിതറുന്നവരായി ജീവിക്കുവാനുമുള്ള കൃപാവരത്തിനായി നമുക്ക് ഇന്നേ ദിവസം മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈശോയോടൊപ്പമുള്ള നല്ലൊരു ദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും വാത്സല്യം നിറഞ്ഞ മക്കളെ, ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈശോ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു, ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നു. ആമേൻ.